ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മൃത്യുദേവത ഭഗവാൻ അരികിൽ 4. 1998 ഓഗസ്റ്റ് 26. തിരുവോണവേളയിൽ തനിക്കു സംഭവിച്ച ഗുരുതരമായ അപകടത്തെക്കുറിച്ച് സ്വാമി ഭക്തജനങ്ങളോട് വെളിപ്പെടുത്തി. ഓഗസ്റ്റ് 20 അപകടമുണ്ടായത്. അരക്കെട്ടിലെ എല്ല് പൊട്ടി. ഈ ഘട്ടം മുതൽ സ്വാമിയുടെ പ്രഭാഷണ ശൈലി മാറി. ശരീരത്തിന്റെ നിസ്സാരതയെക്കുറിച്ചും ആത്മസ്വരൂപത്തെക്കുറിച്ചും ഏറെ സംസാരിക്കാൻ തുടങ്ങി. ഈ ശരീരം നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുക എന്ന് ഡോക്ടർമാരോട് അരുളി. ഭഗവാൻ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു വാക്കു പറഞ്ഞതും. അതിന് വളരെ ആഴമുണ്ടായിരുന്നു. അതായത്, ഇതുകൊണ്ടുള്ള തന്റെ ഉപയോഗം ധർമ്മ സംസ്ഥാപനം എന്ന അവതാര ദൗത്യം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ശരീരം ലോകത്തിന് വിട്ടുകൊടുത്തു എന്നല്ലേ അതിനർത്ഥം? ഇത്രയും കാലം ഉണ്ടായ ഗുരുതരമായ ഒരു ഘട്ടത്തിൽ പോലും അവിടുന്ന് സ്വശരീരം ചികിത്സിക്കാൻ ആരെയും അനുവദിച്ചില്ല. ഒരു നുള്ള മരുന്ന് കഴിച്ചില്ല. എന്നിട്ടും തിരുശരീരം നിലനിന്നു. സകല ദുരന്തങ്ങളെയും അത് അതിജീവിച്ചു. പക്ഷേ ഇപ്പോഴത് കാലത്തിന് വിട്ടുകൊടുത്തു. 1999 അപകടത്തെക്കുറിച്ച് ഭഗവാൻ അരുളിയത്: പ്രേമസ്വരൂപരെ, എന്റെ വിദ്യാർത്ഥികളെല്ലാം നല്ലവർ. സ്വാമിയെ സന്തുഷ്ടനാക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഓരോ വിദ്യാർത്ഥിയും സ്പോർട്സിലും പഠനത്തിലും ഏത് പ്രവർത്തനത്തിലും ഒഴുകുന്നത്. എനിക്കത് നന്നായി അറിയാം. പക്ഷെ സ്വാമിയെ എന്താണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടനാക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ധീരമായ പ്രകടനങ്ങൾ, അഗ്നിവലയത്തിലൂടെ ചാടുക, വേഗതയിൽ പോകുന്ന ലോറിയിൽ നിന്ന് ചാടുക, 10-20 ആളുകളെ താഴെ കിടത്തി അവരുടെ മുകളിലൂടെ ബൈക്ക് ചാടിക്കുക, ഇതൊക്കെയാണ് സ്വാമിയെ സന്തോഷിപ്പിക്കുന്നത് എന്ന് കരുതുന്നുവോ? നിങ്ങൾ സുരക്ഷിതരും കാണികൾ സന്തുഷ്ടരുമായിരിക്കുമ്പോഴേ സ്വാമി സന്തുഷ്ടനാകുന്നുള്ളൂ. സ്വഭാവം കൊണ്ട് മറ്റാരെയും നോവിക്കാതെ സ്വയം നോവാതെ കഴിയുന്നവരാണ് അനുഗ്രഹീതർ. മറ്റുള്ളവരിൽ ഭീതി ഉണർത്തുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ അതേസമയം സുരക്ഷിതരുമായിരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിദർശനത്തിലാണ്, പ്രദർശനത്തിലല്ല എനിക്ക് സന്തോഷം. ഹൃദയപൂർവ്വം ചെയ്യുന്ന ചെറു പ്രവൃത്തി പോലും എന്നെ സന്തുഷ്ടനാക്കും. ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങുമ്പോൾ വിദ്യാർത്ഥികളെ കായികമേളയ്ക്ക് കൊണ്ടുവരണ്ടെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അവർ പല ന്യായീകരണങ്ങളും നിരത്തി. അവർക്ക് പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ എനിക്ക് താല്പര്യം കാര്യത്തിലാണ്. ഇവിടെ വന്ന ശേഷം വൈസ് ചാൻസലറോട് ഞാൻ പറഞ്ഞു, ബാഡ്മിന്റൺ, ടെന്നീസ്, വോളിബോൾ തുടങ്ങിയവയിൽ എനിക്ക് വിയോജിപ്പില്ല. അതേസമയം ഞാൻ മുന്നറിയിപ്പും നൽകി. ജനുവരി 11 1999 പരിപാടിയിൽ ഒരു തരത്തിലുള്ള വിഷമവും കാണികൾക്കോ പങ്കെടുക്കുന്നവർക്കോ ഉണ്ടാകരുതെന്ന് ഉറപ്പാക്കണം. വിദ്യാർത്ഥികൾ മൃദുല ഹൃദയർ. അവർ പല പരിപാടികളും സ്വാമിയെ ആഹ്ലാദിപ്പിക്കാനായി തയ്യാറാക്കി. വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ എന്റെ വാക്കുകൾ വേണ്ടത്ര പരിഗണിച്ചില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പരിണിത ഫലങ്ങളെ നേരിടുമ്പോഴേ എന്റെ വാക്കുകളുടെ വില ആരും തിരിച്ചറിയൂ. ഈ നിമിഷം വരെ ജനുവരി 11 രാവിലെ സംഭവിച്ചത് എന്തെന്ന് ആർക്കും അറിയില്ല. കായികമേള വലിയ വിജയമായി എന്നവർ കരുതി. നിങ്ങളുടെ വിജയത്തിൽ ഞാനും സന്തുഷ്ടൻ. രാവിലെ 11 ജനുവരി 1999 ഞാൻ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ 2 ലോറികൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ പതുങ്ങിയിരിക്കുന്ന അപകടവും ഉടൻ മനസ്സിലാക്കി. ലോറിയിൽ ഉയർത്തിയിരിക്കുന്ന താൽക്കാലിക ചട്ടക്കൂട് ഞാൻ കണ്ടു. കുട്ടികൾ അതിൽ ചില കായിക പ്രകടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ആ ചട്ടക്കൂടിന്റെ കാലുകൾ വേണ്ട വിധം കെട്ടി ഉറപ്പിച്ചിട്ടില്ല. അത് താഴെ വീഴും. അങ്ങനെ സംഭവിച്ചാൽ അതിൽ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് നട്ടെല്ലിനും തലയ്ക്കും ഗുരുതരമായ ക്ഷതമേൽക്കും. വിദ്യാർത്ഥികൾ സുരക്ഷിതരായിരിക്കണമെന്ന് ഉടൻ ഞാൻ സങ്കല്പിച്ചു. അത് സ്വയം ഏറ്റെടുക്കാനും ഞാൻ തീരുമാനിച്ചു. ഒരു വിദ്യാർത്ഥി നട്ടെല്ലിന് ക്ഷതമേറ്റ് കിടപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസും ഉടനെയുള്ള ചെലവിനായി 10,000 രൂപയും കൊടുത്ത് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. നമ്മുടെ ഡോക്ടറും കൂടെ പോകാൻ നിർദ്ദേശിച്ചു. തങ്ങളുടെ മകനിൽ സ്വാമി ചൊരിയുന്ന സ്നേഹം കണ്ട് അവന്റെ മാതാപിതാക്കൾ നന്ദിയോടെ കണ്ണീരൊഴുക്കി. നട്ടെല്ലിന്റെ ക്ഷതം ഗുരുതരമായിരുന്നതിനാൽ വിദ്യാർത്ഥിക്ക് ഇരിക്കാനോ കിടക്കാനോ സാധിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കൂടുതൽ ശങ്കിക്കാതെ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞു. അവർ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അത്ഭുതകരമായി വിദ്യാർത്ഥിക്ക് കിടക്കയിൽ എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞു. അത്ര നേരം മരവിച്ചിരുന്ന പാദങ്ങളിൽ സ്പർശനശക്തിയും അനുഭവപ്പെട്ടു തുടങ്ങി. അപകടം എന്തുമാവട്ടെ, എന്റെ അതില്ലാത്ത കൃപയും കാരുണ്യവും അവനെ സംരക്ഷിച്ചു. അരുതാത്തത് സംഭവിക്കരുതെന്ന് ഞാൻ സങ്കല്പിച്ചു. നട്ടെല്ലിന് ക്ഷതമേറ്റാൽ പിന്നീട് അത് ശരിയാവുക അസാധ്യം. എന്റെ വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരായിരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, വിദ്യാർത്ഥികൾ എന്റെ സമ്പത്താണ്. അവരുടെ ക്ഷേമം, സുഖം എന്റെ ക്ഷേമവും സുഖവുമായി ഞാൻ പരിഗണിക്കുന്നു. എന്റെ സുഖം, സന്തോഷം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കായികമേളയുടെ തലേന്ന്
രഥത്തിനു ചുറ്റും ജാഗ്രതയോടെ നിൽക്കണമെന്ന് ഞാൻ 4 വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിരുന്നു. അവർക്ക് സ്വാമിയോട് വലിയ ഭക്തിയും ആദരവുമുണ്ട്. പക്ഷേ അവരാരും ഞാൻ നിർദ്ദേശിച്ച സ്ഥലത്ത് അപ്പോൾ ഉണ്ടായിരുന്നില്ല. ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ആരും മനഃപൂർവ്വം ചെയ്തതുമല്ല. വിദ്യാർത്ഥികളുടെ ജീവശ്വാസമാണ് സ്വാമി. രഥവേളയിൽ ഞാൻ രഥം നിർത്താൻ പറഞ്ഞു. യാത്രാവേളയിൽ മുതിർന്ന ഒരു ഭക്തനാണ് രഥം ഓടിച്ചിരുന്നത്. ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രഥം നിർത്തി. ഞാൻ വൈസ് ചാൻസലറോട് സംസാരിക്കാൻ തുടങ്ങവേ യാദൃച്ഛികമായി രഥം ഓടിക്കുന്ന ഭക്തൻ ക്ലച്ചിൽ നിന്നും കാലെടുത്തു. രഥം കുലുങ്ങി നീങ്ങി. ആ ഉലച്ചിലിൽ ഞാൻ രഥത്തിൽ വീണു. അതിന്റെ ഫലമായി ശിരസിനും നട്ടലിനും ക്ഷതമേറ്റു. വിദ്യാർത്ഥി നേരിടേണ്ടിയിരുന്ന അപകടം ഞാൻ ഏറ്റെടുത്തു. ധാരാളം ആളുകൾ ഗാലറിയിലുണ്ട്. എനിക്ക് പറ്റിയ ക്ഷതം അവരെ അറിയിക്കാതെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ നടിച്ചു. സ്വാമിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെന്നത് കണ്ട് വൈസ് ചാൻസലർ പരിഭ്രാന്തനായി. ഇനി അമാന്തിച്ചാൽ ഭക്തന്മാരിൽ ഉത്കണ്ഠ വളരുമെന്ന് എനിക്കറിയാം. ഞാൻ ഉടൻ എഴുന്നേറ്റു. വേദന മറന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി കൈവീശി. വേദന കഠിനമായിരുന്നു. കത്തി കൊണ്ട് കുത്തി മുറിച്ചതുപോലെ. കയ്യിലെ മുറിവ് ആഴത്തിലുള്ളതായിരുന്നു. പക്ഷേ ഉടുപ്പ് കീറിയിരുന്നില്ല. ഈ സംഭവം ദിവ്യതയുടെ അനന്തശക്തിയെക്കുറിച്ചുള്ള സൂചനയാണ്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. വേദിയിലേക്ക് പോകണം. പക്ഷെ എനിക്ക് പറ്റിയ മുറിവ് മറ്റാരും അറിയരുത്. അത് ഞാൻ സങ്കല്പിച്ചു. ഞാൻ വേദിയിലെത്തി. ഇരിപ്പിടത്തിലിരുന്നു. ഈ സമയം അങ്കിയുടെ താഴെ ഉടുത്തിരുന്ന വസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു. മറ്റാരും അറിയാതെ വളരെ ശ്രദ്ധയോടെ ഞാൻ ബാത്റൂമിൽ പോയി. ഒഴുകുന്ന രക്തം തുടച്ചു കളയാൻ അവിടെയുള്ള തൂവാലുകൾ അപര്യാപ്തമായിരുന്നു. രക്തം പുരണ്ട ടർക്കി തുണികൾ കണ്ടാൽ ആരെങ്കിലും പരിഭ്രമിക്കുമെന്ന് കരുതി കഠിനമായ വേദനയിലും ഞാൻ അവ സോപ്പ് ഉപയോഗിച്ച് കഴുകി പിഴിഞ്ഞ് ഉണക്കാനിട്ടു. ഏതു സാഹചര്യത്തിലും എന്റെ വേദനയും ദുരിതവും പുറത്തറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോകുന്നത് ശ്രദ്ധിച്ച് ചില വിദ്യാർത്ഥികൾക്ക് ആകാംക്ഷയായി. അവർ അതിന്റെ കാരണം തിരക്കി. നിങ്ങൾ എന്തിനതൊക്കെ ശ്രദ്ധിക്കുന്നു? അത് എന്റെ കാര്യം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. സാധാരണയായി ദിവസം 2 പ്രാവശ്യമേ ഞാൻ ബാത്റൂമിൽ പോകാറുള്ളൂ, രാവിലെ വൈകുന്നേരം. പക്ഷെ ഇപ്പോൾ രക്തം ഒഴുകി വന്നതിനാൽ ആ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഞാൻ 5ഓ 6ഓ പ്രാവശ്യം ബാത്റൂമിൽ പോയി. ഈ സമയത്ത് 2 വിദ്യാർത്ഥികൾ വന്ന് പതാക ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കസേരയിൽ നിന്നിറങ്ങുമ്പോൾ കരണ്ട് അടിക്കുന്നത് പോലെയായിരുന്നു അനുഭവം. എന്റെ ദിവ്യലീലയിൽ ഞാൻ പുഞ്ചിരിച്ചു. എനിക്ക് തറയിൽ ഉറച്ചു നിൽക്കാനായില്ല. ശരീര സംബന്ധ ചിന്തയാൽ വ്യാമോഹിതനാകരുതെന്ന് ചിന്തിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ധ്വജത്തിനരികിലെത്തി. ദീപം കൊളുത്തി. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു രീതിയിലും സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. ഭക്തന്മാരോട് ദേഹചിന്ത വിടണമെന്ന് ഞാൻ ഉപദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃകയാകാനും ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവരെ നിരാശരാക്കിയില്ല. ഈ അവസ്ഥയിൽ കളിക്കളത്തിലേക്ക് 5 പ്രാവശ്യം പോയി വന്ന് പടമെടുക്കാൻ ഞാൻ സമ്മതിച്ചു. ഈ വിധം ഞാൻ ശരീരസംഘം ഒഴിഞ്ഞു നിന്നു. എന്റെ ശരീരം മരവിച്ചിരുന്നു. എങ്ങും സ്പർശന ശക്തിയില്ല. തല ചുറ്റുന്നു. ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അവരെ സന്തുഷ്ടരാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. രക്തം പുരണ്ടിരിക്കുന്നത് മറ്റാരും കാണാതിരിക്കാൻ ഞാൻ നേരെ എന്റെ ഇരിപ്പിടത്തിലേക്ക് തന്നെ വന്നു. ഇത്രയും വലിയ മാരകമായ മുറിവേറ്റിട്ട് മണിക്കൂറുകളോളം പൊതുജന ശ്രദ്ധയിൽപ്പെടാതെ നിലകൊള്ളാൻ ഏത് മനുഷ്യന് സാധ്യമാകും? ഇല്ല തന്നെ. ഞാൻ കസേരയിൽ 5 മണിക്കൂറോളം ഇരുന്നു. ദിവ്യതയുടെ പ്രകൃതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വിവരിച്ചത്. ഇത്തരം അവസ്ഥയിൽ ഒരു നിമിഷം പോലും ആർക്കും ഇരിക്കാനാവില്ല. ഒരു ചുവട് പോലും വെക്കാനാവില്ല. എന്റെ ശരീരത്തിൽ കറണ്ട് തുളച്ചു കയറുന്ന പോലെയായി. കറണ്ടാണ് ഷോക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ വൈദ്യുതിയായിരിക്കെ എനിക്ക് എങ്ങനെ അതിന്റെ ആഘാതം ഉണ്ടാവും? ഈ വിധ ചിന്തകളോടെ ഞാൻ പരിപാടി കഴിയും വരെ ഇരുന്നു. പിന്നെ മന്ദിരത്തിലേക്ക് മടങ്ങി. സെൻട്രൽ ട്രസ്റ്റ് അംഗങ്ങൾ എന്നെ പിന്തുടർന്നു. പക്ഷെ എന്റെ അവസ്ഥ അവർക്ക് അറിയില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. രഥത്തിൽ സംഭവിച്ചതിന് മുതിർന്ന ഭക്തൻ ക്ഷമാപണം ചെയ്തു. എന്തിനു കഴിഞ്ഞതിനെ കുറിച്ച് വിഷമിക്കണം? കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ സന്തുഷ്ടനാണ്. എന്നെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എല്ലാവരും ഉച്ചഭക്ഷണം കഴിഞ്ഞു. രക്തമൊഴുകുന്നത് അപ്പോഴും നിലച്ചിരുന്നില്ല. വിദ്യാർത്ഥികൾ പടമെടുക്കാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വീണ്ടും ഞാൻ ബാത്റൂമിൽ പോയി രക്തം തുടച്ചു കളഞ്ഞു. ഇത് കണ്ട് ഇന്ദുലാൽ ഷാ പരിഭ്രമിച്ചു. സ്വാമി, എന്താണിത്? ഇന്ദുലാൽ ഷാ, ഈ ശരീരത്തിന് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മുറിവ് കാണിച്ചു കൊടുത്തു. അത് കണ്ട് അദ്ദേഹം പരിഭ്രമത്തിലായി. അവർ എല്ലാവരും വേദനയോടെ കരഞ്ഞു. എന്റെ ശരീരം മുഴുവൻ രക്തമായിരുന്നു. ഇങ്ങനെ നിങ്ങൾ വിഷമിച്ചാൽ മേലിൽ ഒരു കാര്യവും ഞാൻ പറയില്ല എന്നവർക്ക് ഞാൻ താക്കീത് നൽകി. ഞാൻ മന്ദിരത്തിൽ എത്തും വരെ ഇക്കാര്യം ആരും അറിഞ്ഞില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾക്കും ഭക്തന്മാർക്കും വരുന്ന ദുരിതങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു, അവരെ സംരക്ഷിക്കാനായി. ഇതിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അത്ര തന്നെ. ഓം തത് സത്ത്.